നൈട്രജനും ഹൈഡ്രജനും കൂടി ചേർന്നിട്ട് അമോണിയം ഹീറ്റും ഉണ്ടാകുന്ന ഒരു റിവേഴ്സിബിൾ റിയാക്ഷൻ ഇവിടെ തന്നിട്ടുണ്ട്. അതായത് ഇവിടെ പ്രൊഡക്റ്റിന്റെ കാര്യത്തിൽ എന്ത് ചേഞ്ച് ഉണ്ടാവുന്നു എന്നൊരു മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഒന്ന്, ടെമ്പറേച്ചർ കുറയുമ്പോൾ എമൗണ്ട് ഓഫ് പ്രൊഡക്റ്റിൽ, ഇത് ഞാൻ എഴുതിയേക്കുന്നതാണ്, അത് എളുപ്പത്തിൽ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി എഴുതിയേക്കുന്നതാണ്. ക്വസ്റ്റിൽ ഇത് മാത്രമേ ഉള്ളൂ. ടെമ്പറേച്ചർ കുറയുമ്പോൾ, പ്രഷർ കൂടുമ്പോൾ, അതുപോലെ തന്നെ അമോണിയ പ്രൊഡ്യൂസ്ഡ് ഈസ് റിമൂവ്ഡ് കണ്ടിന്യൂസ്ലി ഫ്രം ദ സിസ്റ്റം. ഉണ്ടാവുന്ന അമോണിയ, ഇവിടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് അമോണിയാണ്. ഈ അമോണിയ പെട്ടെന്ന് ഈ സിസ്റ്റത്തിൽ നിന്ന് റിമൂവ് ചെയ്യുമ്പോൾ എമൗണ്ട് ഓഫ് പ്രൊഡക്റ്റിന് എന്ത് സംഭവിക്കുന്നു? ഇവിടെ ടെമ്പറേച്ചർ കുറയുമ്പോൾ എമൗണ്ട് ഓഫ് പ്രൊഡക്റ്റ് എന്താവും? ഇൻക്രീസ് ചെയ്യും. അതേപോലെ തന്നെ പ്രഷർ കൂടുമ്പോഴും എമൗണ്ട് ഓഫ് പ്രൊഡക്റ്റ് കൂടും. ഈ ഉണ്ടാവുന്ന പ്രൊഡക്റ്റ് പെട്ടെന്ന് ഈ സിസ്റ്റത്തിൽ നിന്ന് മാറ്റുമ്പോൾ പ്രൊഡക്റ്റിൻ്റെ അളവ് ഇവിടെ കുറയും. അപ്പോൾ ഇവിടെ ഫോർവേഡ് റിയാക്ഷൻ കൂടുതലായിട്ട് നടക്കും. അതായത് റിയാക്റ്റൻ്റ് കൂടി ചേർന്ന് പ്രൊഡക്റ്റായിട്ട് മാറുന്ന ആ ഒരു റേറ്റ് കൂടുതലായിട്ട് നടക്കുമ്പോൾ വീണ്ടും പ്രൊഡക്റ്റിൻ്റെ അളവ് എന്താവും? ഇൻക്രീസ് ചെയ്യും.